ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു വൈറ്റ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഏലക്ക, 4-5 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അതിലേക്ക് ആ ഒരു ക്രഷ് ചെയ്ത മസാലയും 1 ടേബിൾ സ്പൂൺ അളവിൽ 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, 2 മീഡിയം സൈസിലുള്ള സവാള, ഒരു 2 പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകാണ്, അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് 2 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ട് വരണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതിയാവും. ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തിട്ട് കഴുകി വാരി വെച്ചേക്കാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ആ സവാളയ്ക്കൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കർ മൂടി ഒരൊറ്റ വിസിലും പിന്നെ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കുക്ക് ചെയ്തിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല, ഏകദേശം വെള്ളമൊക്കെ ഒരു 3/4 ഭാഗത്തോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ 2ാം പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ആ ഒരു പാലിലും ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ അതുപോലെ മസാലകളിലേക്ക് ആ ഒരു ഫ്ലേവറും ഒരു ചെറിയൊരു തിക്നെസ്സും കൂടി ആവണമെന്നവരെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഏകദേശം റെഡി ആയിട്ട് വന്നപ്പോൾ ഞാൻ 3/4 കപ്പ് അളവിൽ 1ാം പാലും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ തിളച്ചതിലേക്ക് ഈ 1ാം പാലും കൂടി ചേർത്തത് കാരണം ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ആ ഒരു ചൂടിലിരുന്ന് തന്നെ എല്ലാം ഒന്ന് കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ താഴെ ഇറക്കിയിട്ട് ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. ഇനി നമുക്കൊരു ചെറിയ പണിയും കൂടിയേ ഉള്ളൂ, ഇതൊന്ന് താളിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ പണി. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചേക്കുക. അതിലേക്കൊരു 3-4 ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൊരിച്ചിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഇടാണ് ചെയ്യണത്. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എരിവ് പോരാന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളകും അതുപോലെ ഗരം മസാലയൊക്കെ കുറച്ചുകൂടെയൊക്കെ വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തേക്കുക. ഇതിപ്പോൾ ഇത്രയും ഒക്കെ ആവശ്യമുള്ളൂ, കാരണം മസാലകളൊക്കെ നമ്മൾ ഓൾറെഡി റോ ആയിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മസാല ടേസ്റ്റൊക്കെ ഉണ്ടാവും. കുറച്ചും കൂടെ ഫ്ലേവർ വേണമെന്നുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ട് വെള്ളയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഷെയറും കൂടി ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.